എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ EVSലെ ചിറകുള്ള കൂട്ടുകാർ എന്ന മൂന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഏതാനും പുതിയ ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ LSS എഴുതുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ചോദ്യം പരിശോധിക്കാം. അതിനു മുൻപ് എല്ലാവരുടെ കയ്യിലും ഒരു പേപ്പറും പേനയും വേണം. ഓരോ ചോദ്യം വരുമ്പോഴും വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ചോദ്യം നന്നായി സ്വയം വായിച്ച് മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തി ഏതാണ് ഉത്തരമെന്ന് രേഖപ്പെടുത്തണം. എന്നിട്ട് വീഡിയോയുടെ ബാക്കി കണ്ട് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കി നിങ്ങൾ സ്കോർ രേഖപ്പെടുത്തണം. അവസാനം നിങ്ങൾക്ക് കിട്ടിയ ആകെ സ്കോർ 12 ചോദ്യങ്ങളാണുള്ളത്. 12ൽ എത്ര സ്കോറാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് കമന്റ് ചെയ്യുകയും വേണം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം വായിക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? 1. പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. 2. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം കാലിയോളജി. ഓരോ ശാസ്ത്രശാഖയ്ക്കും വ്യത്യസ്ത പേരുകളുണ്ട്. അപ്പൊ ഇവിടെ പക്ഷികളുമായി ബന്ധപ്പെട്ട 2 ശാസ്ത്രശാഖകളെ പറ്റിയാണ് പറയുന്നത്. രണ്ടും നമുക്ക് പാഠപുസ്തകത്തിൽ തന്നെ പഠിക്കാനുള്ളതാണ്. നോക്കാം. 1. പക്ഷികളെ കുറിച്ചുള്ള പഠനം. പക്ഷികളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേരാണെന്ത്? ഓർണിത്തോളജി. ഇനി പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണെങ്കിൽ ആ ശാസ്ത്രശാഖ ഏതാണ്? കാലിയോളജിയാണ്. അപ്പൊ ഈ 2 പേരുകളും നമ്മൾ നിർബന്ധമായി പഠിച്ചു വെച്ചിരിക്കണം. കാരണം പുസ്തകത്തിൽ പറയുന്നതാണ്, പുതിയ വിവരമാണ്. അപ്പൊ ഒന്നാമത്തത് ശരിയാണ്. പക്ഷികളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ഓർണിത്തോളജി. രണ്ടാമത്തതും ശരിയാണ്. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനമാണ് കാലിയോളജി. അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് എന്തായിരുന്നു? ശരിയായ ജോഡികളാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇവിടെ ശരി വന്നത്? 1ഉം 2ഉം ശരിയാണ്. അപ്പൊ 1ഉം 2ഉം ശരിയാണ് എന്ന ഓപ്ഷൻ ഏതാണ്? സി ആണ്. സിയിൽ നമ്മൾ ടിക്ക് ഇട്ടു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂങ്ങകളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? അപ്പൊ മൂങ്ങകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മൂങ്ങകളെ പറ്റി നമുക്ക് പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ട്. നിശാസഞ്ചാരികൾ എന്ന് പറഞ്ഞ് ഒരു ഭാഗം പാഠപുസ്തകത്തിലുണ്ട്, അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി ഉള്ള ചോദ്യമാണിത്. മൂങ്ങകൾ പകൽ സമയം ഉറങ്ങുകയും രാത്രിയിൽ ഇര തേടുകയും ചെയ്യുന്നു. ശരിയായ പ്രസ്താവനയാണ്. മൂങ്ങകളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ നമുക്ക് രാത്രി സഞ്ചാരികളായിട്ട് ഓർമ്മ വരും, അല്ലെ? അപ്പൊ രാത്രിയിലാണ് ഇര തേടുന്നത്. രാത്രിയിൽ ഇര തേടാൻ വേണ്ട ഏറ്റവും വലിയൊരു അഡാപ്റ്റേഷൻ ആർക്കുണ്ട്? മൂങ്ങകൾക്കുണ്ട്. രാത്രിയിൽ ചെറിയ വെളിച്ചത്തിൽ പോലും നല്ല രീതിയിൽ കാഴ്ച ലഭിക്കുന്നതാണ് മൂങ്ങകൾക്ക്. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന രീതിയിൽ പകല് അവർക്ക് കാഴ്ച കുറവായിരിക്കും. ശക്തമായ വെളിച്ചത്തിൽ കാഴ്ച ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇരുണ്ട വെളിച്ചത്തിൽ, മങ്ങിയ വെളിച്ചത്തിൽ പോലും അവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തത് ശരിയാണ്. രാത്രിയിലാണ് അവ ഇര തേടുന്നത്. ശരിയിട്ടു. 2. ഇവ പറക്കുമ്പോൾ ചിറകുകൾ വലിയ ശബ്ദമുണ്ടാക്കുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആ നിശാസഞ്ചാരികൾ എന്ന ഭാഗം നന്നായി വായിച്ചവർക്ക് അറിയാം. ഇവയുടെ ചിറകുകൾ വലിയ ശബ്ദം ഉണ്ടാക്കുന്നില്ല. വളരെ ചെറിയ ശബ്ദത്തോടു കൂടി പറക്കാൻ സാധിക്കും. അപ്പൊ ഇരകളെ പിടിക്കാനൊക്കെ ഒരു അനുകൂലനമാണ്. ഇത് പറന്നു വരുന്നത് അതിന്റെ ഇരകൾ പെട്ടെന്ന് മനസ്സിലാക്കില്ല. അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ. മൂന്നാമത്തത്, എലികളെയും പെരുച്ചാഴികളെയും ഭക്ഷണമാക്കുന്ന ഒരു മൂങ്ങയാണ് വെള്ളിമൂങ്ങ. ആ ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട് വെള്ളിമൂങ്ങയെ പറ്റി. എലികളെയും പെരുച്ചാഴികളെയും ഒക്കെ ഭക്ഷണമാക്കുന്നുണ്ട് എന്നുള്ളത്, അല്ലെ? അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരികൾ നമുക്ക് കണ്ടെത്തേണ്ടത്? ശരിയായ പ്രസ്താവനകളാണ്. 1 ശരിയാണ്, 2 തെറ്റാണ്, 3 ശരി. അപ്പോൾ 1ഉം 3ഉം ശരി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സി നമ്മൾ തിരഞ്ഞെടുത്തു. ഓക്കെ. അടുത്ത ചോദ്യം. താമരക്കോഴിയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? താമരക്കോഴി കഴിഞ്ഞ വർഷത്തെ 4ാം ക്ലാസ്സുകാർക്ക് പഠിക്കാനുള്ള കാര്യമാണ്. ഈ വർഷം നമുക്ക് LSSന്റെ GKയിലേക്ക് പക്ഷികൾ എന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കൂടി ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. താമരക്കോഴി എന്നുള്ളത് ഒരു പക്ഷിയാണ്. ആ പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 3 പ്രസ്താവനകൾ നൽകി. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഏറ്റവും വലിയ, ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷിയാണിത്. അപ്പോൾ ഈ താമരക്കോഴിയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും നീളം കൂടി, ഏറ്റവും വലിയ
വിരലുകളുള്ള ഈ കാൽവിരലുകൾക്ക് നല്ല നീളമായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നു 4-ാം ക്ലാസ്സിൽ. അപ്പോൾ ഇത് ശരിയായ പ്രസ്താവനയാണ്. നമുക്കവിടെ ശരിയിടാം. 2, ജലസസ്യങ്ങൾക്ക് മുകളിലൂടെ നടക്കാൻ നീളമുള്ള വിരലുകൾ ഇവയെ സഹായിക്കുന്നു. അപ്പോൾ ഈ നീളം കൂടിയ വിരലുകളുള്ള പക്ഷിയാണെന്ന് പറഞ്ഞു. അതിന്റെ ഉപയോഗം എന്താണ്? ഇവ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. താമരക്കോഴി. ഈ താമരയൊക്കെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, വയലുകളും ജലാശയങ്ങളിലുമൊക്കെ. ഈ താമര ഇലകളുടെ മുകളിലൂടെയാണ് ഈ പക്ഷി നടന്നു പോകുന്നത്. എന്നിട്ട് ആ വെള്ളത്തിലുള്ള മത്സ്യങ്ങളെയൊക്കെ ഭക്ഷണമാക്കും, പ്രാണികളെയൊക്കെ ഭക്ഷണമാക്കും. അപ്പോ എന്താണ് ഈ നീളം കൂടിയ വിരലിന്റെ ആവശ്യം? വളരെ നീളം കുറഞ്ഞ വിരലാണെങ്കിൽ അതിന്റെ ഭാരം മൊത്തം ആ ഭാഗത്ത് വന്നിട്ട് ഇലകൾ മുങ്ങിപ്പോകും. പക്ഷെ നീളം കൂടിയ വിരലുകളാകുമ്പോൾ അത്തരത്തിൽ സംഭവിക്കുന്നില്ല. അപ്പോൾ മുങ്ങിപ്പോകാതെ ഇലകൾക്ക് മുകളിലൂടെ, താമര ഇലകൾക്ക് മുകളിലൂടെയൊക്കെ നടക്കാൻ താമരക്കോഴിയെ സഹായിക്കുന്നത് അതിന്റെ നീളം കൂടിയ വിരലുകളാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. നമുക്കറിയാം, വലിയ പക്ഷിയെ നമ്മൾ പഠിച്ചതാണ്, ഒട്ടക പക്ഷിയാണെന്ന്. അപ്പോൾ ഇത് തെറ്റാണ്, ശരിയല്ല, തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ നമ്മൾ കണ്ടെത്തുന്നത് എന്തായിരുന്നു? ശരിയായതാണ്. ഏതൊക്കെയാണ് ഇവിടെ ശരി വരുന്നത്? 1ഉം 2ഉം മാത്രമാണ് ശരി വരുന്നത്. നമുക്ക് 1ഉം 2ഉം മാത്രം എന്ന് പറയുന്ന ഓപ്ഷൻ ബി തിരഞ്ഞെടുക്കാം. ഓക്കെ അല്ലേ? 4-ാമത്തെ ചോദ്യം. അങ്ങാടിക്കുരുവികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അപ്പൊ അങ്ങാടിക്കുരുവികളെ പറ്റിയും കഴിഞ്ഞ വർഷത്തെ 4-ാം ക്ലാസ്സിന്റെ പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അങ്ങാടിക്കുരുവികളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ് അങ്ങാടിക്കുരുവി. നോക്കാം. ഇവ ധാന്യങ്ങളും ചെറുപ്രാണികളും ആഹാരമാക്കുന്നു. അങ്ങാടിക്കുരുവിയുടെ ഭക്ഷണ രീതിയെ പറ്റി ഈ പറഞ്ഞ കാര്യം ശരിയാണ്. ഇവയുടെ പ്രധാന ആഹാരങ്ങൾ എന്തൊക്കെയാണ്? ധാന്യങ്ങളെ ഭക്ഷിക്കുന്നു, ചെറുപ്രാണികളെയും ഭക്ഷിക്കുന്നു. ഇനി 2-ാമത്തത്, കൃഷിയിടങ്ങളിലെ കീടങ്ങളെ നശിപ്പിക്കുന്നതിനാൽ ഇവ കർഷകന്റെ ശത്രുവാണ്. ആ ഒരു വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലൊരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യും, അല്ലെ? കൃഷിയിടങ്ങളിലെ കീടങ്ങളെ നശിപ്പിക്കുന്നുണ്ട്, അത് ശരിയായ പ്രസ്താവനയാണ്. അതുകൊണ്ട് ഇവ കർഷകന്റെ ശത്രുവായി മാറുമോ? ഇല്ല, ശത്രുവല്ല. എന്താണ്? മിത്രമാണ്. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവന ആയി മാറി, ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രം. അല്ലാതെ കൃഷിയിടങ്ങളിലെ കീടങ്ങളെ നശിപ്പിക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് കർഷകന്റെ ശത്രുവല്ല, മിത്രമാണ് എന്നായിരുന്നു വരേണ്ടത്. ഓക്കെ അല്ലേ? അടുത്തത്, ലോക അങ്ങാടിക്കുരുവി ദിനം സെപ്റ്റംബർ 20 സെപ്റ്റംബർ 20 അല്ല ലോക അങ്ങാടിക്കുരുവി ദിനം. എന്നാണ്? മാർച്ച് 20 ലോക അങ്ങാടിക്കുരുവി ദിനം. ഓക്കെ. അപ്പൊ നമ്മൾ ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. 3-ാമത്തതും തെറ്റായി. 1 മാത്രമാണ് ശരി. 1 മാത്രം ശരി എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. നമ്മൾ അത് സെലക്ട് ചെയ്തു. ഓക്കെ. 5-ാമത്തെ ചോദ്യം മലമുഴക്കി വേഴാമ്പലിനെ സംബന്ധിച്ചാണ്. മലമുഴക്കി വേഴാമ്പലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ചോദ്യങ്ങളിൽ നിന്ന് നേടാനുണ്ട്. നോക്കാം. ഇത് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ്. ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ശരിയായ പ്രസ്താവനയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. വിത്തുകൾ വിതരണം ചെയ്യുന്നതിലെ പങ്ക് പരിഗണിച്ച് ഇതിനെ കാട്ടിലെ കർഷകൻ എന്ന് വിളിക്കുന്നു. അപ്പോ ഈ മലമുഴക്കി വേഴാമ്പലുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? കാട്ടിലെ കർഷകൻ. ഇതെന്താണ്? പല വൃക്ഷങ്ങളുടെയും വിത്തുകൾ ഭക്ഷണത്തിന് വേണ്ടി പഴങ്ങൾ കൊത്തിക്കൊണ്ടു പോകുന്ന കൂട്ടത്തില് കാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിത്തുകൾ എത്തിക്കാൻ ഈ നമ്മുടെ പക്ഷി കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാട്ടിലെ കർഷകൻ. കാരണം എന്താണ്? വിത്തുകൾ വിതരണം ചെയ്യുന്നതിലുള്ള പങ്ക് പരിഗണിച്ചിട്ടാണ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ശരിയായ പ്രസ്താവനയാണ്. ഇവ നിലവിൽ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പക്ഷികളാണ്. ശരി, ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്, എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. ഓക്കെ. മറ്റൊരു പോയിന്റ് കൂടി, ആൺപക്ഷി ഏകപത്നി വ്രതക്കാരനാണെന്ന് പറയപ്പെടുന്നു. നമ്മൾ ആ പക്ഷിയുടെ പ്രത്യേകത കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഈ കൂട്ടിനുള്ളിൽ, മരപ്പൊത്തിനുള്ളിൽ അമ്മക്കിളി മുട്ടയ്ക്ക് അടയിരിക്കും. അപ്പോൾ കൂട് മണ്ണൊക്കെ ഉപയോഗിച്ച് അടച്ചു വെക്കും, ചെറിയൊരു ഭാഗം മാത്രം തുറന്നിടും. ഈ ആൺപക്ഷിയാണ് ഭക്ഷണം തേടി കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ഈ ആൺപക്ഷി ഒരു പെൺപക്ഷിയെ മാത്രമാണ് തൻ്റെ ജീവിത പങ്കാളിയായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഏകപത്നി വ്രതക്കാരനാണെന്ന് പറയപ്പെടുന്നത്. ശരിയായ പ്രസ്താവനയാണ്.
അപ്പൊ എന്താണ് 1, 2, 3, 4 എന്നിവയാണ് ശരി. ഈ വേഴാമ്പലിന്റെ പെൺപക്ഷി എന്തെങ്കിലും കാരണം കൊണ്ട് മരിച്ചുപോയി കഴിഞ്ഞാൽ, ചത്തുപോയി കഴിഞ്ഞാൽ ഈ ആൺപക്ഷിക്ക് വലിയ സങ്കടമാവും. ആ സങ്കടം താങ്ങാനാവാതെ അത് മരണപ്പെട്ടു പോകുമെന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വേഴാമ്പലുമായി ബന്ധപ്പെട്ട് തന്നെ വേഴാമ്പലിന്റെ കൂടിനെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ ഏതെല്ലാം? മരപ്പത്തിന്റെ ദ്വാരം ഒരു ചെറിയ വിടവ് മാത്രം ബാക്കി നിർത്തി ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്ന് അടയ്ക്കുന്നു. നമ്മൾ പറഞ്ഞതാണ്, കൂട് അടയ്ക്കുന്നുണ്ട് അല്ലെ, ചെറിയൊരു വിടവ് മാത്രം ബാക്കി നിർത്തി അടയ്ക്കുന്നുണ്ട്. ശരി, ആ ചെറിയ വിടവിലൂടെ കൊക്ക് പുറത്തേക്കിട്ടാണ് പെൺപക്ഷി ആഹാരം വാങ്ങുന്നത്. നമ്മളിപ്പോ പറഞ്ഞു, ആൺപക്ഷി ആഹാരം തേടി പോകും, പെൺപക്ഷി കൂട്ടിനുള്ളിൽ അടയിരിക്കുകയായിരിക്കും. അപ്പോൾ ആ സമയത്ത് പെൺപക്ഷി പുറത്തേക്ക്, ആൺപക്ഷി ഭക്ഷണമായിട്ട് പഴങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ പെൺപക്ഷി തന്റെ കൊക്ക് പുറത്തേക്കിടും ആ ദ്വാരത്തിലൂടെ. അതിലൂടെ ആൺപക്ഷി തന്റെ കൊക്കിലുള്ള പഴങ്ങൾ ഈ പെൺപക്ഷിയുടെ കൊക്കിലേക്ക് വെച്ചു കൊടുക്കും. അങ്ങനെയാണ് ഈ പെൺപക്ഷിക്ക് ആഹാരം ലഭിക്കുന്നത്. മൂന്നാമത്തത്, കുഞ്ഞുങ്ങൾ പറക്കാറായാൽ പെൺപക്ഷി കൂടിന്റെ അടച്ചുറപ്പുള്ള ഭാഗം കൊക്ക് കൊണ്ട് പൊളിച്ച് പുറത്തു വരുന്നു. അപ്പൊ കുഞ്ഞ് മുട്ട വിരിഞ്ഞു വന്നു അത്യാവശ്യം ഒന്ന് പറക്കാനുള്ള സ്ഥിതിയാകുമ്പോഴാണ് ഈ കൂടിന്റെ അടച്ച ഒരു ഭാഗമുണ്ടല്ലോ, അത് കൊക്ക് കൊണ്ട് പൊളിച്ച് പുറത്തേക്ക് വരിക. അത് ഈ കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അത്തരത്തിൽ ചെയ്യുന്നത്, സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ അതും ശരിയായ പ്രസ്താവനയാണ്. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ് എന്ന സി ആണ് നമുക്ക് വേണ്ട ഉത്തരം. ഓക്കെ അല്ലേ? ഏഴാമത്തെ ചോദ്യം, റെഡ് ഡാറ്റ ബുക്കിൽ ഒരു ജീവിയുടെ പേര് ഉൾപ്പെടുത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? റെഡ് ഡാറ്റ ബുക്കിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. IUCN എന്ന സംഘടനയാണ് ഈ റെഡ് ഡാറ്റ ബുക്ക് പുറത്തിറക്കുന്നത്. ഏതൊക്കെ ജീവികളുടെ പേരാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് ജീവികളുടെ പേര് ഉൾപ്പെടുത്തുന്നത് എന്നാണ് ചോദ്യം. പക്ഷികൾ മാത്രമല്ല, എല്ലാ മൃഗങ്ങളുടെയും പേരുകൾ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്, അവയുടെ വിവരങ്ങൾ അതിൽ നൽകാറുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നോക്കാം. ഓപ്ഷൻ എ, ആ ജീവിയുടെ ഭംഗി നോക്കി. നല്ല ഭംഗിയുള്ള ജീവികളെ മാത്രമാണോ ഇതിൽ ഭംഗി നോക്കിയിട്ടാണോ? അല്ല, തെറ്റായ പ്രസ്താവനയാണ്. ആ ജീവി വംശനാശത്തിന്റെ ഭീഷണി നേരിടുന്നത് കൊണ്ട്. വംശനാശ ഭീഷണി, ആ ഒരു വംശം, ആ ഒരു ജീവി വംശം തന്നെ ഇല്ലാതായി പോകാൻ പോവുകയാണ്. അല്ലെങ്കിൽ എന്താണ്, അതിന്റെ എണ്ണം വളരെ കുറഞ്ഞ് ഇനി ഈ രീതി തുടരുകയാണെങ്കിൽ കുറഞ്ഞ കാലം കൊണ്ട് അങ്ങനൊരു ജീവി തന്നെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവും. അത്തരത്തിൽ വംശനാശ ഭീഷണി നേരിടുന്നവയുടെ പേരുകളും വിവരങ്ങളുമാണ് റെഡ് ഡാറ്റ ബുക്കിൽ ഉണ്ടാവുക. ശരിയായ പ്രസ്താവന. ആ ജീവി ധാരാളമായി കാണപ്പെടുന്നത് കൊണ്ട് തെറ്റാണ്. ധാരാളം കാണപ്പെടുന്നതിനെ ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അല്ലെ, ഇല്ലാതായി പോകുന്നതാണ്, തീരാനായതിനെയാണ് ഉൾപ്പെടുത്തുന്നത്. ആ ജീവി മനുഷ്യർക്ക് ഉപകാരിയായതുകൊണ്ട് അതും നമുക്ക് വേണ്ട ഒരു പോയിന്റ് അല്ല. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ. ഇവിടെ വേറെയും കുറേ വ്യക്തികളുടെ, എല്ലാം പ്രഗത്ഭരായ വ്യക്തികളുടെ പേരുകളാണുള്ളത്. ആരാണ് നമ്മുടെ പക്ഷി മനുഷ്യൻ? ഡോക്ടർ സലീം അലി അല്ലെങ്കിൽ ഡോക്ടർ സാലിം അലി. റെഡി? ശരി, നമ്മൾ തെരഞ്ഞെടുത്തു. 9ാമത്തെ ചോദ്യം, ഡോക്ടർ സാലിം അലിയെ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇവയിൽ ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് വേണ്ടത്. ഇവിടെയുണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ. നമുക്ക് ഓരോന്നും പരിശോധിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് രേഖപ്പെടുത്തി പോകാം. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ അല്ലെങ്കിൽ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. നമ്മുടെ തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ ആരാണ്? ഡോക്ടർ സാലിം അലിയാണ്. 2ാമത്തെ ചോദ്യം, ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഒരു കുരുവിയുടെ പതനം, ദ ഫാൾ ഓഫ് എ സ്പാരോ എന്നാണ്. ശരിയാണോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകില്ലേ, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വിവരമാണ് അല്ലെ. ഒരു കുരുവിയുടെ പതനമാണ്. മുൻപൊക്കെ പരീക്ഷയ്ക്ക് LSSനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശരിയായ പ്രസ്താവന ഒരു കുരുവിയുടെ പതനം. 3ാമത്തത്, ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം അദ്ദേഹത്തിന്റെ ജന്മദിനം തന്നെയാണ്, പക്ഷേ സെപ്റ്റംബർ 12 അല്ല. എന്നാണ്? നവംബർ 12 അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞു വെക്കുക. നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയെ നമുക്ക് ശരിയായതാണ് കണ്ടെത്തേണ്ടത്. ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉമാണ് ശരി. അപ്പൊ 1ഉം 2ഉം ശരി എന്നുള്ള ഓപ്ഷൻ എ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ദുചൂടൻ എന്ന
തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന പക്ഷി ശാസ്ത്രജ്ഞൻ ആര്? അപ്പൊ പക്ഷി നിരീക്ഷകനായിട്ടുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായത് ഏറ്റവും പേര് കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിൽ. അദ്ദേഹം പുസ്തകങ്ങൾ എഴുതുമ്പോൾ പക്ഷികളെ പറ്റിയൊക്കെ കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ തന്റെ ശരിയായ പേര് ഉപയോഗിക്കാതെ ഇന്ദുചൂടൻ എന്ന തൂലികാ നാമമാണ് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ തൂലികാ നാമങ്ങളുടെ ക്ലാസ്സിൽ ഈ കാര്യം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് വ്യക്തിയുടെ തൂലികാ നാമമാണ് ഇന്ദുചൂടൻ എന്നുള്ളത്. അപ്പോൾ പക്ഷി നിരീക്ഷകനാണ്. കുറെ വ്യക്തികളുടെ പേര് താഴെയുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ആരാണ് ഇന്ദുചൂടൻ എന്നറിയപ്പെടുന്നത്? KK നീലകണ്ഠൻ ആണ് ഇന്ദുചൂടൻ. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. അടുത്ത ചോദ്യം പരിശോധിക്കാം. KK നീലകണ്ഠനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അപ്പൊ നമ്മൾ തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ പരിചയപ്പെട്ട KK നീലകണ്ഠനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കാം. ഓരോന്നും നമ്മൾ കണ്ടെത്തിയിട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കണം. നമുക്ക് ഓരോന്നും വായിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് രേഖപ്പെടുത്തി പോകാം. കേരളത്തിലെ പക്ഷി നിരീക്ഷണ രംഗത്തെ കുലപതിയായി ഇദ്ദേഹം അറിയപ്പെടുന്നു. കേരളത്തിലെ പക്ഷി നിരീക്ഷകരിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ആര്? KK നീലകണ്ഠൻ. അപ്പോ ഇത് ശരിയായ പ്രസ്താവനയാണ്. കേരളത്തിലെ പക്ഷി നിരീക്ഷണ രംഗത്തെ കുലപതി ഏറ്റവും പ്രധാനിയാണ് ആര്? KK നീലകണ്ഠൻ. ഇന്ദുചൂടൻ എന്ന തൂലികാ നാമത്തിലാണ് അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു ഇന്ദുചൂടൻ ശരിയാണ്. കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം ഇദ്ദേഹത്തിന്റെ വിഖ്യാത കൃതിയാണ്. KK നീലകണ്ഠന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിയാണേത്? കേരളത്തിലെ പക്ഷികൾ. കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. കേരളത്തിലെ പക്ഷികൾ ആരുടെ കൃതിയാണ് എന്നുള്ളത്. അത് ശരിയായ പ്രസ്താവന. ഇനി നാലാമത്തത് നോക്കാം. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സാലിം അലിയുടേതാണ്, അല്ലാതെ KK നീലകണ്ഠന്റേത് അല്ല. തെറ്റായ പ്രസ്താവന. നമുക്ക് ശരിയായത് വേണം. 1, 2, 3. 1, 2, 3 എന്നിവ മാത്രം ശരി എന്നുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ശരിയിട്ടു. ഓക്കെ, അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഡോക്ടർ R സുഗതനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഡോക്ടർ R സുഗതൻ നമുക്ക് പാഠപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള പേരാണ് ഡോക്ടർ R സുഗതൻ. അദ്ദേഹം ആരായിരുന്നു? കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു പക്ഷി നിരീക്ഷകനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടതിൽ ഏത് പ്രസ്താവനയാണ് ശരി എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഓരോന്നും വായിച്ചു നോക്കാം. ഇദ്ദേഹം ഇന്ദുചൂടൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയാണോ? അല്ല. ഇന്ദുചൂടൻ എന്നറിയപ്പെടുന്നത് ആരാണ്? KK നീലകണ്ഠനാണ്. അപ്പൊ ഇത് തെറ്റിട്ടു. പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സാലിം അലിയുടെ ശിഷ്യനായിരുന്നു ഇദ്ദേഹം. ഇത് നമുക്ക് പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള വിവരമാണ്. KK നീലകണ്ഠൻ, ഡോക്ടർ R സുഗതൻ ഈ നമ്മുടെ ഏറ്റവും പ്രശസ്ത ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സാലിം അലിയുടെ ശിഷ്യനായിരുന്നു. അപ്പോൾ ഇത് ശരിയായ പ്രസ്താവനയാണ്. അടുത്തത്, കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് ഇദ്ദേഹമാണ്. കേരളത്തിലെ പക്ഷികൾ രചിച്ചത് ആരാണ്? KK നീലകണ്ഠനാണ്, അല്ലാതെ R സുഗതനല്ല. തെറ്റായ പ്രസ്താവന. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. അത് അദ്ദേഹമാണോ? അല്ല. ആരായിരുന്നു? ഡോക്ടർ സാലിം അലിയാണ്. അപ്പൊ ഇതും തെറ്റായ പ്രസ്താവന. ഇവിടെ ശരിയായ പ്രസ്താവന ഏത് മാത്രമാണ്? ബി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. തിരഞ്ഞെടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ 12 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് എത്ര സ്കോറാണ് അതിൽ ലഭിച്ചത് എന്ന് പരിശോധിച്ചിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ആ സ്കോർ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ.